മിന്നിത്തിളങ്ങുന്ന താരങ്ങളും താളം തുള്ളുന്ന ക്രിസ്മസ് പാപ്പന്മാരുമെല്ലാം നമുക്ക് ചുറ്റുമായിരിക്കുന്ന വളരെ മനോഹരമായ ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അതെ, ക്രിസ്മസ് ആഘോഷം ലോകം മുഴുവൻ പൊടിപിടിക്കുന്ന സമയമാണ്. ഇങ്ങിവിടെ ഇടുക്കിയിൽ ഈ മലനിരകൾക്ക് മുകളിൽ ക്രിസ്മസ് ആഘോഷത്തിന് ഒട്ടും കുറവ് വരാതെ വളരെ മനോഹരമായ രീതിയിൽ കിഴക്കിൻ്റെ ഏറ്റവും വലിയ ക്രിസ്മസ് ആഘോഷം ഇവിടെ നടക്കുകയാണ്. കുമളി സെൻറ് തോമസ് ഫൊറോന ദേവാലയത്തിൽ ക്രിസ്തു ജനിച്ചതിൻ്റെ 2025 മഹാജൂബിലി വർഷത്തിൽ വളരെ വ്യത്യസ്തമായും നൂതനമായ ഒരു ആശയമാണ് ഈ ക്രിസ്മസ് ആഘോഷത്തിൽ ഈ ദേവാലയം എടുത്തിരിക്കുന്നത്. ഭക്തിയോടും പ്രാർത്ഥനയോടും കൂടി ഈ ദേവാലയം തയ്യാറാക്കിയ 2025 ക്രിസ്മസ് സ്റ്റാറുകളാണ് ക്രിസ്മസ് ദിനത്തിൽ ഈ ദേവാലയത്തിന് ചുറ്റും തെളിയുന്നത്. ആ മനോഹരമായ ദൃശ്യത്തിലേക്കും ക്രിസ്മസ് ആഘോഷങ്ങളിലേക്കും നമുക്ക് ഇറങ്ങാം. വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വാസമുറപ്പിച്ചതിൻ്റെ ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ 2025 ജൂബിലി വർഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രാർത്ഥനയുടെയും അനുരഞ്ജനത്തിൻ്റെയും തീർത്ഥാടനത്തിൻ്റെയും ഭാവത്തിൽ ഈ വർഷം ആഘോഷിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതനുസരിച്ച് കുമളി സെൻറ് തോമസ് ഫൊറോന ഇടവകയിലെ ദൈവജനം ഇതിനു വേണ്ടി കഴിഞ്ഞ 6 മാസമായിട്ട് ഒരുക്കമായിരുന്നു. ഞങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞ ഒരു കാര്യമാണ് പ്രാർത്ഥനാപൂർവം ഈശോയുടെ ഈ ജൂബിലിക്ക് വേണ്ടി ഒരുങ്ങുക. അതിനുവേണ്ടി കൈകളും മനസ്സും നമ്മുടെ ഹൃദയവും എല്ലാം ഒരുക്കുവാൻ വേണ്ടി ആണ് ഞങ്ങൾ 2025 നക്ഷത്രങ്ങൾ പരമ്പരാഗതമായ രീതിയിൽ ഈറ്റയുടെ സഹായത്തോടെ ഉണ്ടാക്കുക എന്ന ചിന്തയിലേക്ക് വന്നത്. അതിനുവേണ്ടി ഇടവകയിലെ 800ഓളം വരുന്ന ഇടവകജനം മുഴുവനും മാസങ്ങളായി വന്ന് പ്രാർത്ഥനാപൂർവം ഇതുണ്ടാക്കുകയും ഇന്നത് പൂർത്തീകരിച്ച് ക്രിസ്മസ് രാവിൽ ഞങ്ങൾ പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിലാണ് അത് ദീപം കൊളുത്തുവാൻ പോവുക. പതിനൊന്നരയ്ക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥനയും നടത്തി ആ നക്ഷത്രം കത്തിക്കുമ്പോൾ ഞങ്ങൾ അർത്ഥമാക്കുന്നത് മറ്റൊന്നുമല്ല, ഈശോയുടെ ജനനത്തിൽ പുൽക്കൂടിൻ്റെ മുകളിൽ പ്രത്യക്ഷപ്പെട്ട ആ നക്ഷത്രം പോലെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലേക്ക്, ഹൃദയത്തിലേക്ക് ഈ രക്ഷയുടെ നക്ഷത്രത്തെ ഈശോയെ സ്വീകരിക്കുക. ഒപ്പം ഞങ്ങൾ ഓരോരുത്തരും ഈശോയ്ക്ക് വേണ്ടി ഈശോയിലേക്ക് മറ്റുള്ളവരെ വഴി നടത്തുന്ന ഒരു നക്ഷത്രമായി തീരാൻ ഉള്ള തീരുമാനവും പ്രതിജ്ഞയെടുക്കുക. ഇതെല്ലാമാണ് നാളെ ആ നക്ഷത്രം തെളിക്കുമ്പോൾ ചെയ്യുന്നത്. അവിടെ നക്ഷത്രം തെളിക്കുന്നതാകട്ടെ എല്ലാ കുടുംബത്തിൽ നിന്നും ആളുകൾ ഒന്നിച്ചു ചേർന്ന് ഓരോ കുടുംബത്തിനും വേണ്ടി ഒരു നക്ഷത്രമെങ്കിലും തെളിക്കും. പള്ളിയിൽ വരാൻ പറ്റാത്ത ആളുകളുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർ, അയൽവാസികൾ അല്ലെങ്കിൽ കൂട്ടായ്മ ലീഡേഴ്സ് അവർ ഒന്നു ചേരും. ഇതിന് നേതൃത്വം കൊടുത്ത പിതൃവേദിയിലെ പിതാക്കന്മാർ, കുടുംബ കൂട്ടായ്മയിലെ അംഗങ്ങൾ, സംഘടനാ ഭാരവാഹികൾ എല്ലാവരുമുണ്ട്. അവരെല്ലാം ഒന്ന് ചേർന്ന് അങ്ങനെ ഈ 6 മാസമായി ഈ ഇടവക സജീവമായിരിക്കുകയായിരുന്നു. ഇതിനു വേണ്ടി ഞങ്ങളും കർത്താവിന് വേണ്ടി ഒരു പുൽക്കൂടുണ്ടാക്കുകയായിരുന്നു. ദീർഘമായ യാത്ര ചെയ്തല്ലേ വിജ്ഞാനികൾ പുൽക്കൂട്ടിൽ വന്നത്. അതുപോലെ ഞങ്ങളുടെ ഈ ഇടവകയിലെ ഓരോ അംഗങ്ങളും ദീർഘമായ ഒരുക്കത്തിലൂടെയാണ് ഈ ക്രിസ്മസ് ഈശോയുടെ പുൽക്കൂട്ടിലേക്ക് കടന്നു വരിക. ദൈവം ആശംസിച്ച സമാധാനവും ശാന്തിയും ഞങ്ങളുടെ ഈ പ്രദേശത്തിൻ്റെയും അവകാശമായി സ്വത്തായി തീരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിനുള്ള ഒരു എളിയ സംരംഭമാണ് നടക്കുക.
ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന് ഈ ദിവസങ്ങളിലെല്ലാം ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഈ 2025ഓളം നക്ഷത്രങ്ങൾ ഈ ഇടവക സമൂഹം മുഴുവൻ മിശിഹായുടെ മനുഷ്യാവതാര ജൂബിലിയോടനുബന്ധിച്ച് തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. തിരുപ്പിറവി തിരുനാളിനോടനുബന്ധിച്ചുള്ള കർമ്മങ്ങളിൽ ഇടവചനം മുഴുവനും ഒന്നു ചേർന്ന് ഈ നക്ഷത്രം കത്തിക്കും എന്നുള്ളതാണ് ഏറ്റവും ഈ ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടുന്നത്, അല്ലെങ്കിൽ അർത്ഥപൂർണ്ണമാകുന്നത് അങ്ങനെയാണ്. അതിനോടനുബന്ധിച്ച് 22, 23 ദിവസങ്ങളിലൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള ആഘോഷങ്ങളുണ്ടായിരുന്നു. ക്രിസ്മസ് ഗ്രാമവും മ്യൂസിക് നൈറ്റും ഉണ്ടായിരുന്നു. 30ഓളം ഫ്ലോട്ടുകളുടെ മനോഹരമായിട്ടുള്ള ക്രിസ്മസ് റാലി ഉണ്ടായിരുന്നു. ജീവനുള്ള ഒട്ടകങ്ങളും കുതിരകളും രഥങ്ങളുമൊക്കെ രാജാക്കന്മാരും ആട്ടിടയന്മാരും ഒക്കെ വളരെ മനോഹരമായിട്ട് ആവിഷ്കരിച്ചുകൊണ്ട് ചിത്രീകരിച്ചിരിക്കുന്ന വളരെ മനോഹരമായ റാലി. അതിനുശേഷം ഇടവകയിലെ 250ഓളം കുട്ടികളുടെ നേതൃത്വത്തിൽ കലാസന്ധ്യ, ഫിലിം ഡയറക്ടറായ ജോണി ആൻ്റണി സാറിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ വികാരി ജനറൽ അച്ഛനായ ജോസഫ് വെള്ളമറ്റത്തച്ഛൻ്റെ സന്ദേശമുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ഫാദർ തോമസ് പൂവത്താനിക്കുന്നിൻ്റെ അച്ഛനാണ് ഈ ഒരു പ്രോഗ്രാം വളരെ മനോഹരമായിട്ട് ക്രമീകരിക്കുകയും എല്ലാം നല്ല രീതിയിൽ ഓർഡറായിട്ട് ചിട്ടയോടുകൂടി ഈ ആശയം പറഞ്ഞ് ഞങ്ങളെല്ലാം ഇതിനുവേണ്ടി ഒരുക്കിയത് അച്ഛനാണ്. അപ്പോൾ തീർച്ചയായിട്ടും അച്ഛൻ്റെ ഒരു വലിയൊരു ആത്മീയമായിട്ടുള്ള ഒരു നേതൃത്വം, അച്ഛൻ്റെ പ്രാർത്ഥന, അച്ഛൻ ഈ മനുഷ്യാവതാര മഹാജൂബിലിയെക്കുറിച്ച് ഞാൻ ഈ വർഷം ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ മുതൽ തന്നെ അച്ഛനത് വളരെ വ്യക്തമായിട്ട് നമ്മൾ ആഘോഷിക്കണം, അത് ഏതൊക്കെ തലത്തിൽ ആഘോഷിക്കാമെന്ന് എല്ലാ ഇടവസവും മുഴുവൻ ഒന്നുചേർന്ന് ആലോചിക്കുകയും അതിൻ്റെ ഒരു പൂർത്തീകരണം എന്ന രീതിയിൽ ഈ ദിവസങ്ങളിലൊക്കെ അതിൻ്റെ സന്തോഷത്തിലും ആഹ്ലാദത്തിലും ആത്മീയമായ ഉണർവിലും ഈ ഇടവക സമൂഹം മുന്നോട്ട് പോകുന്നു. തീർച്ചയായിട്ടും എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു.